നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഫ്ലെക്സ് ബോർഡുകളും കൊടികളും ബാനറുകളും പൊതുസ്ഥലത്ത് അനുമതിയില്ലാതെ സ്ഥാപിച്ചതിന് ബി.ജെ.പി. സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് 20 ലക്ഷം രൂപയുടെ പിഴ നൽകിയത് വിവാദത്തിലാവുന്നു. അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകളും മറ്റും നീക്കണമെന്നാവശ്യപ്പെട്ടിട്ടും പാലിക്കാത്തതിനാലാണ് സിറ്റി ജില്ലാ പ്രസിഡന്റിന് ബി.ജെ.പി. തന്നെ ഭരിക്കുന്ന കോർപ്പറേഷൻ പിഴ നോട്ടീസ് നൽകിയത്. എന്നാൽ ഇതിനു പിന്നിൽ CPM അനുഭാവമുള്ള ഉദ്യോഗസ്ഥരാണെന്നാണ് സൂചന. ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് പ്രധാനമന്ത്രിയുടെയും ബി.ജെ.പി. നേതാക്കളുടെയും ചിത്രങ്ങളടങ്ങിയ ബോർഡുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടത്. നടപ്പാതകൾക്ക് കുറുകെയും ഡിവൈഡറുകളിലും വരെ ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പരാതിയും ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവ 2 മണിക്കൂറിനുള്ളിൽ നീക്കണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച വൈകിട്ട് ബി.ജെ.പി. സിറ്റി ജില്ലാ പ്രസിഡന്റിന് കോർപ്പറേഷൻ കത്ത് നൽകി. എന്നാൽ നടപ്പാതയ്ക്ക് കുറുകെ സ്ഥാപിച്ച ബോർഡുകൾ മാറ്റിയതൊഴിച്ചാൽ കാര്യമായ ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. തുടർന്ന് വിമാനത്താവളം മുതൽ പുത്തരിക്കണ്ടം വരെയുള്ള റോഡിൽ സ്ഥാപിച്ച ബോർഡുകളുടെയും മറ്റും കണക്കെടുത്തു. തുടർന്നാണ് കോർപ്പറേഷൻ സെക്രട്ടറി പിഴ നോട്ടീസ് നൽകിയത്. ആദ്യ നോട്ടീസിന് മറുപടി നൽകിയില്ലെങ്കിൽ നിശ്ചിത ദിവസങ്ങൾക്കകം രണ്ടാമത് നോട്ടീസ് നൽകുകയാണ് അടുത്ത നടപടിക്രമം. ഇതിനും മറുപടി കിട്ടിയില്ലെങ്കിൽ 2 തവണ ഹിയറിംഗ് നടത്തണം. ഈ ഹിയറിംഗിലും പങ്കെടുത്തില്ലെങ്കിൽ ജപ്തി നടപടികളിലേക്ക് കടക്കാമെന്ന് റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. നടപടിക്ക് പിന്നിൽ CPM അനുഭാവമുള്ള ഉദ്യോഗസ്ഥരാണെന്ന ആരോപണം ബി.ജെ.പി. കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി വിമാനത്താവളം മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ അനധികൃതമായി ബോർഡുകളും കൊടികളും സ്ഥാപിച്ചു എന്നതായിരുന്നു റവന്യൂ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. വ്യാഴാഴ്ച വൈകിട്ടോടെ ബോർഡുകൾ നീക്കം ചെയ്യാൻ ബി.ജെ.പി. സിറ്റി ജില്ലാ പ്രസിഡന്റിന് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നു. 2 മണിക്കൂർ സമയമാണ് നോട്ടീസിൽ അനുവദിച്ചിരുന്നത്. നടപ്പാതയ്ക്ക് കുറുകെയുള്ളവ മാറ്റിയെങ്കിലും ഡിവൈഡറുകളിലെ ബോർഡുകൾ മാറ്റാത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ എണ്ണമെടുക്കുകയും 20 ലക്ഷം രൂപ പിഴ ഈടാക്കിക്കൊണ്ട് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് അയക്കുകയുമായിരുന്നു. CPM അനുഭാവിയാണ് കോർപ്പറേഷൻ സെക്രട്ടറി. കോർപ്പറേഷൻ ഭരണം ബി.ജെ.പി. പിടിച്ചെടുത്തതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ ബോധപൂർവം പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ബി.ജെ.പി. നേതാക്കൾ ഉയർത്തുന്ന പ്രധാന പരാതി. സാധാരണ നിലയിൽ ഇത്തരം വലിയ രാഷ്ട്രീയ പരിപാടികളിൽ ഇത്ര വേഗത്തിൽ പിഴ ചുമത്തുന്ന രീതി പതിവുള്ളതല്ല. കോർപ്പറേഷൻ ഭരണം ബി.ജെ.പിക്ക് കിട്ടിയെങ്കിലും ഉദ്യോഗസ്ഥർ ആരും മാറിയിട്ടില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ CPM അനുഭാവികളാണ് ഏറെയും. ഇവരാണ് ഈ നടപടിക്ക് പിന്നിൽ. CPM ഭരണകാലത്ത് പാർട്ടി പരിപാടികൾക്കായി നഗരം മുഴുവൻ കൊടിതോരണങ്ങൾ ഉയർത്തുമ്പോൾ കാട്ടാത്ത ആവേശം ഇപ്പോൾ ഉദ്യോഗസ്ഥർ കാണിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പാർട്ടി ആരോപിക്കുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ആവേശം നഗരത്തിൽ അലയടിക്കുമ്പോൾ തന്നെ സ്വന്തം ഭരണസമിതിക്ക് കീഴിൽ പാർട്ടിക്കുണ്ടായ ഈ തിരിച്ചടി ബി.ജെ.പിക്കുള്ളിൽ വലിയ അസ്വസ്ഥതകൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്.